ഡൽഹി വളയാൻ ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ മാർച്ച് തുടങ്ങി. ശംഭു അതിർത്തിയിൽ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ബൽറാം നെടുങ്ങാടി ചേരുന്നു വിവരങ്ങളുമായി. ബൽറാം, ഈ കർഷകർ ഡൽഹിയിലേക്ക് പ്രവേശിക്കാനുള്ളതിനെ തടയുന്നതിന് എന്തൊക്കെ നടപടികളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്? കൂടുതൽ കർഷകർ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമാണോ? അതിർത്തികളിലൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രതിരോധ മാർഗങ്ങളാണ് തീർത്തിരിക്കുന്നത്? ഇപ്പോൾ കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമാണോ അവിടെയുള്ളത്, ബൽറാം? ശ്രീലക്ഷ്മി, ഇതിൽ ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത് ശംഭു അതിർത്തി, അതായത് അംബാലയിൽ നിന്നും ഡൽഹിയിലേക്കുള്ള അതിർത്തിയായ ശംഭു അതിർത്തിയിൽ കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഗ്രനേഡുകൾ ഹരിയാന പോലീസ് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. വൻതോതിലുള്ള കണ്ണീർവാതക ഗ്രനേഡ് പ്രയോഗമാണ് കർഷകർക്ക് നേരെ നടന്നിരിക്കുന്നത്. പുറത്തുവരുന്ന ദൃശ്യങ്ങൾ അതിന്റെ ആഘാതം വ്യക്തമാക്കുന്നതാണ്. ആ പ്രദേശം മുഴുവൻ പുകയാൽ പടർന്ന നിലയിൽ ഒന്നും ദൃശ്യമല്ലാത്ത തരത്തിൽ അത്രയും വ്യാപകമായ തോതിലുള്ള കണ്ണീർവാതക ഗ്രനേഡ് പ്രയോഗമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. പോലീസ് വലിയ ബാരിക്കേഡുകൾ അടക്കമുള്ള തടസ്സങ്ങൾ വാഹനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനായി ഈ റോഡിൽ സ്ഥാപിച്ചിരുന്നു. ഈ കോൺക്രീറ്റ് ബാരിക്കേഡുകൾക്ക് അപ്പുറമായി വാഹനങ്ങൾ നിർത്തിയിട്ടും കണ്ടെയ്നറുകൾക്കുള്ളിൽ മണ്ണ് നിറച്ചും മതിലുകൾ തീർത്തിരുന്നു. കൂറ്റൻ മതിലുകൾക്കപ്പുറമായി വീണ്ടും കമ്പി വേലികളും മുള്ള് ആണികളും ഉപയോഗിച്ച് ഉള്ള പ്രത്യേക ക്രമീകരണങ്ങൾ, പലകകളും പോലീസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഇതെല്ലാം മറികടന്നുകൊണ്ട് കാൽനടയായി അതിർത്തി കടന്ന് പ്രവേശിച്ച കർഷകർക്ക് നേരെയാണ് വ്യാപകമായി കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചിരിക്കുന്നത്. കർഷകർ ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. സമാനമായി ഈ ഹരിയാനയിലെ പഞ്ചാബുമായും ഡൽഹിയുമായും അതിർത്തി പങ്കിടുന്ന മുഴുവൻ പോസ്റ്റുകളിലും ഹരിയാന പോലീസ് ഇത്തരത്തിലുള്ള കടുത്ത ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഡൽഹി പോലീസും സമാനമായി തന്നെ കേന്ദ്രസേനയെയും ഡൽഹി പോലീസിലെ ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെയും അതിർത്തി മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്നു. ഇതിനിടെ സംഘർഷം ഉണ്ടായതായുള്ള ആദ്യ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ശംഭു അതിർത്തിയിൽ നിന്ന് തന്നെയാണ്. പോലീസിന്റെ ഈ പ്രതിബന്ധങ്ങൾ അവഗണിച്ച് മുന്നേറിയ കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിച്ചിരിക്കുകയാണ്. മറ്റ് അതിർത്തികളിലും സമാനമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പല ഇടങ്ങളിൽ നിന്നായി കർഷകരുടെ മാർച്ചുകൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഡൽഹി ലക്ഷ്യമാക്കിക്കൊണ്ട് എന്ത് പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നേരിടാൻ തയ്യാറാണ് എന്നുള്ള നിലപാടിൽ തന്നെയാണ് കർഷകർ ഉള്ളത്. അതിനിടെ കർഷകരുടെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനും ഹരിയാന സർക്കാരിനും കൈമാറിയിട്ടുണ്ട്. ഇതിൽ 1500 ട്രാക്ടറുകളും 500ഓളം വാഹനങ്ങളും ആയാണ് കർഷകർ മുന്നോട്ട് നീങ്ങുന്നത് എന്നും, കൂടാതെ പോലീസിന്റെ ഈ ബാരിക്കേഡുകളെ കോൺക്രീറ്റ് സ്ലാബുകളെയും മാറ്റുന്നതിനായുള്ള ക്രമീകരണങ്ങൾ തങ്ങളുടെ ട്രാക്ടറുകളിൽ ക്രെയിനുകൾ ഉൾപ്പെടെയുള്ളവ സജ്ജീകരിച്ചിട്ടുണ്ട് കർഷകർ എന്നുമാണ് ഈ ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. പ്രധാന റോഡുകൾ പോലീസ് ഇത്തരത്തിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ മറികടക്കുന്നതിനായി അതിർത്തി പ്രദേശങ്ങളിലുള്ള റോഡില്ലാത്ത കൃഷിഭൂമി അടക്കമുള്ള ഇടങ്ങളിലൂടെ ഡൽഹി ലക്ഷ്യമാക്കി നീങ്ങാൻ കർഷകർക്ക് പദ്ധതിയുണ്ട് എന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് ആ പ്രദേശങ്ങളിൽ ഉൾപ്പെടെ പോലീസിനെയും അർദ്ധസൈനികരെയും വിന്യസിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ശ്രീലക്ഷ്മി, ശരി, കൂടുതൽ കണ്ണീർവാതക ഗ്രനേഡുകൾ പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശംഭു അതിർത്തിയിലാണ് ഇപ്പോൾ സംഘർഷം നടക്കുന്നത്. പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സിംഗു അതിർത്തിയിൽ നിന്ന് നിതിൻ അംബുജൻ കൂടി ചേരുകയാണ്. നിതിൻ, എത്രത്തോളം കർഷകർ ഈ ഒരു പ്രതിഷേധത്തിനായി തലസ്ഥാനത്തേക്ക് എത്തുന്നുണ്ട്? ഈ കർഷകരുടെ ഒരു പ്രതിഷേധത്തെ നേരിടാൻ എന്തൊക്കെ തരത്തിലുള്ള ഒരുക്കങ്ങളാണ് അതിർത്തിയിൽ ആരംഭിച്ചിരിക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടതാണ് 6 മാസത്തേക്കുള്ള ധാന്യങ്ങളടക്കം ഈ ഒരു മാർച്ച് ശക്തമാക്കാൻ അത്തരത്തിലുള്ള വൻ തയ്യാറെടുപ്പുകളുമായാണോ കർഷകർ ഇപ്പോൾ തലസ്ഥാനത്തേക്ക് എത്തുന്നത്? അതിർത്തിയിൽ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ് നിതിൻ? ശ്രീലക്ഷ്മി, അങ്ങനെ വലിയ തയ്യാറെടുപ്പുകളുമായിട്ടാണ് കർഷകർ പഞ്ചാബിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. 1500ഓളം ട്രാക്ടറുകൾ പഞ്ചാബിൽ നിന്ന് മാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. 1000ഓളം ട്രാക്ടറുകൾ ഹരിയാനയിൽ നിന്നുണ്ട്. അങ്ങനെ 2500ഓളം ട്രാക്ടറുകളുമായിട്ടാണ് കർഷകർ ഡൽഹി അതിർത്തിയിലേക്ക് വരാനൊരുങ്ങുന്നത്. എന്തായാലും ഡൽഹി അതിർത്തിയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ്. അർദ്ധസൈനിക വിഭാഗവും അതോടൊപ്പം തന്നെ ഡൽഹി പോലീസും ഇവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല വലിയ തരത്തിലുള്ള സുരക്ഷകൾ, അത് ഇരുമ്പ് വേലി തീർത്തും കൂടാതെ കോൺക്രീറ്റ് സ്ലാബുകൾ സ്ഥാപിച്ചും അതോടൊപ്പം വലിയ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുമാണ് ഇപ്പോൾ കർഷകരുടെ ചലോ ഡൽഹി മാർച്ചിനെ തടയാൻ ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തി. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം സിംഗു അതിർത്തിയിലേതാണ്. ഈ ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് കൂടാതെ ഡൽഹി പോലീസും അത്തരത്തിൽ കൂടുതൽ അർദ്ധസൈനിക വിഭാഗമെല്ലാം തന്നെ ഡൽഹി നഗരത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്.
കണ്ടെയ്നറുകളിൽ മണൽ നിറച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിച്ചു. മാത്രമല്ല മണൽച്ചാക്കുകളും ഇത്തരത്തിൽ ഇവിടെ സ്ഥാപിക്കാൻ ഇപ്പോൾ തീരുമാനിക്കുന്നു. അങ്ങനെ യാതൊരു തരത്തിലും കർഷകരുടെ ഡൽഹി മാർച്ച് അത് ഡൽഹി അതിർത്തിയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് പോലീസ് സ്വീകരിച്ചു. അതിന്റെ ഭാഗമായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും സ്വീകരിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ 2020 നവംബർ 26 ആദ്യ കർഷക സമരം ഡൽഹി അതിർത്തിയായ സിംഗുവിൽ എത്തിയത്. അന്നുണ്ടായ തയ്യാറെടുപ്പിനേക്കാൾ കൂടുതൽ തയ്യാറെടുപ്പുകൾ ഇന്ന് സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഹരിയാന അതിർത്തി, അതായത് സിംഗു അതിർത്തിയിലെ കാഴ്ച നമുക്ക് കാണാം. വിജനമാണ് ഈ ഡൽഹി സോണിപത്ത് ദേശീയപാത. ഏതാണ്ട് ഈ ഒരു സ്ഥലത്തു നിന്നും 500 മീറ്റർ മാറിയാണ് സിംഗു ടോൾ പ്ലാസ ഉള്ളത്. ആ ടോൾ പ്ലാസയിൽ പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഉള്ളതിനേക്കാൾ സുരക്ഷ അവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല കൂടുതൽ കോൺക്രീറ്റ് സ്ലാബുകൾ തീർത്തും അതോടൊപ്പം തന്നെ ബാരിക്കേഡുകൾ തീർത്തും പോലീസ് ഇപ്പോൾ അവിടെ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. അങ്ങനെ ഡൽഹിയിലേക്കുള്ള മാർച്ച് അത് ഒരു തരത്തിൽ പോലും അതിർത്തി കടത്താൻ അനുവദിക്കില്ല നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. മാത്രമല്ല തിക്രി, സിംഗു കൂടാതെ ഗാസിപൂർ അതിർത്തികളിൽ സമാനം തന്നെയാണ് കാഴ്ച. ശരി നിതിൻ, പോലീസും കർഷകരും ഇപ്പോൾ അതിർത്തിയിൽ ഏറ്റുമുട്ടുന്ന ദൃശ്യങ്ങളാണ്. കർഷകർക്കെതിരെ കണ്ണീർവാതക പ്രയോഗം നടത്തുകയാണ് പോലീസ്. ഇപ്പോൾ ഡൽഹി വളയാൻ ഹരിയാനയിലെയും പഞ്ചാബിലെയും കർഷകർ മാർച്ച് തുടങ്ങിക്കഴിഞ്ഞു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.